ഷെഡ്. കാർ ഷെഡ് തൊട്ട് കയറി ഇങ്ങനെയാണ് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂം. അത് കഴിഞ്ഞ് ഇത് ആക്ച്വലി നമ്മുടെ ഇതിനകത്ത് കാർപ്പറ്റഡ് ആയിരിക്കും. പക്ഷെ ഇതാണ് ഗസ്റ്റ് ബെഡ്റൂം. ഇതിപ്പോൾ അവർ ആ ഒരു മോഡൽ ഹോമിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഒരു കബേർഡുണ്ട്. പിന്നെ വ്യൂ ഏകദേശമൊക്കെ ഇതുപോലെ ഇരിക്കും. വെളിയിലോട്ട് നല്ല വലിയൊരു ജനലുണ്ട്. ഇതാണ് ബേസ്മെൻറ്റിലോട്ടുള്ള പടി. തുറന്ന താഴോട്ട് ബേസ്മെൻ്റ്. മെയിൻ ഏരിയ. അവിടെ ഫോട്ടോഗ്രാഫർ നിൽക്കുന്നുണ്ട്. ഇത് ഹാള്. സിമിലർ വ്യൂ ആയിരിക്കും. ഇത്രയും നല്ല വ്യൂ അല്ല നമ്മൾ, എന്നാലും കുഴപ്പമില്ല. ബാക്കിൽ ഫെൻസ്. ഫയർ പ്ലേസ്. കിച്ചൺ. ഡൈനിങ് ടേബിൾ. പാറ്റിയോ. ഇത് ഇങ്ങനെ തന്നെ കിട്ടും നമുക്ക്. സ്ക്രീനിൻ പോർച്ച് അല്ലാന്നേ ഉള്ളൂ. സ്ക്രീനിനകത്ത് 500 നമുക്ക് രാജനെ കൊണ്ടിരിക്കാം. ഇതേപോലെ താഴെ ഉണ്ടോ? നമുക്ക് ബേസ്മെന്റ് ആണ്. അല്ലെ ഒരു സെക്കൻഡ്, നമുക്കൊന്ന് ഇതൊന്നും എടുത്തോട്ട്. ഇത് കിച്ചൺ. അമ്മയൊന്ന് കിച്ചൺ കാണിക്കണം. അല്ലെ ഒരു കോഫി വേണേ കുടിക്കുന്നീ വേണം? ക്യൂറിങ് നല്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോഫി അടിച്ചിട്ട് പെട്ടെന്ന് ബാത്റൂം പോകാൻ പൊട്ടി. എനിക്ക് വേണ്ട. ഞാൻ നമുക്ക് ഇത് ഫ്രണ്ട് ഡോറ്. ഫ്രണ്ട് ഡോറിൽ ഇങ്ങനെയൊക്കെ വെച്ച് ലൈറ്റ് ഓപ്പൺ ഏരിയ. എടാ മറ്റേ ഹൈക്രോഫ്റ്റിന്റെ പ്ലാനിൽ ഇത് വേണേ ക്ലോസ് ചെയ്ത് തേർഡ് ബെഡ്റൂം എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ അത്രയും സ്ഥലത്തിന്റെ ആവശ്യമുണ്ടോ എന്തോ നമുക്ക്. ഓക്കെ, നമുക്ക് ബേസ്മെന്റിലോട്ട് വിട്ടാലോ? ഇതാണ് അക്കിടുന്ന സെറ്റപ്പ്. ഇത് എന്ത് വെച്ചാൽ ഇത് വെക്കണം, ഹോം തിയേറ്റർ വെക്കാനായിട്ട്. സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. അല്ല, ഈ നടുക്ക് ലോഡ് സപ്പോർട്ടിങ് വാൾ കാണും. പിന്നീട് ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു അൺഫിനിഷ്ഡ് റൂം കാണും. ഇവിടെ എവിടെയോ ലൈറ്റ് ഉണ്ട് ഇതിൻ്റെ. ഇതൊരു അൺഫിനിഷ്ഡ് ആയിട്ട്, ഇത് ഗരാജിനടിയിലാണ്. അതെ, ലോഡ് ബെയറിംഗ് സ്ട്രക്ചറായിട്ടൊക്കെ എടുക്കാം. പക്ഷെ ഇതൊക്കെ സ്റ്റോർ റൂം ആയിട്ട് ഉപയോഗിക്കാം, എന്തെങ്കിലും അലമ്പ് സാധനങ്ങൾ ഇടാനായിട്ട്. ഇത് ഈ കളർ കൊള്ളാം. ഇത് ഹോം തിയേറ്ററിന് എടാ മറ്റേ ലെൻസ് ഉണ്ടേ, മറ്റേ ബാഗിനകത്ത് വലിയ ലെൻസ്. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ. ബേസ്മെന്റിൽ നിന്ന് ഇറങ്ങിയാൽ ഇതുപോലെ തന്നെ ആയിരിക്കും ഏകദേശം. ബേസ്മെന്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാത്റൂം. ഇത് ബേസ്മെന്റിലുള്ള ബെഡ്റൂം. മേലത്തെ ബെഡ്റൂമിൻ്റെ അതേ ഡിമെൻഷൻ ആയിരിക്കും. ഒരു കബേർഡ്.
നമ്മുടെ ഡെഫിനറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും വ്യൂ. ഇത്രയും സ്ഥലമില്ല ബാക്കിൽ. നടന്ന് വന്ന് ഇവിടെ ആയിട്ട് വേറൊരു കബോർഡ് പോലെ ചുമ്മാ ഒരു ബാത്റൂം നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. എടാ മേലോട്ട് വന്നടാ. Bedroom number 3. Washer dryer. Third view. നമ്മുടെ വീട്ടിൽ ഈ സ്ട്രക്ചറാണ് $5000 പടിയേറിയുന്ന വഴി. ഇത് ജാക്ക് ആൻഡ് ജിൽ ബെഡ്റൂം. ജാക്ക് ആൻഡ് ജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം ഇവിടെ കണക്റ്റഡ് ബൈ എ ബാത്റൂം. അത് കഴിഞ്ഞ് ക്രോസ് ചെയ്തപ്പോൾ തന്നെ അടുത്ത ബെഡ്റൂം. Closet. Master bedroom. ഇവിടെ താഴെ പോട്ടെ സ്ക്രീനിൽ കുറച്ചുള്ള സ്ഥലം മേളിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തൊരു ബെഡ്റൂം ഭാഗമാക്കി. ബെഡ്റൂം, ഡ്രസ്സിംഗ് ടേബിൾ, ഇത് മാസ്റ്റർ ബാത്റൂം, കക്കൂസ്, ഇതിനകത്തൊരു കബേർഡുണ്ട്, ക്ലോസറ്റ്. ഈ ബാത്റൂമിൻ്റെ ഗുണം 2 ക്ലോസറ്റ് ഉണ്ട്, ഒന്നവിടെ ഒന്നിവിടെ. വീട് കൈ ഉളുക്കി.